ഇതിനകത്ത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇവിടെ ഒരു റൗണ്ട് പോലെ കണ്ടോ, കാണാമെന്ന് എനിക്കറിയത്തില്ല, വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഫ്രണ്ടിലും പുറകിലൊക്കെ ആയിട്ട് ഒരു കുറച്ച് പ്രാർത്ഥനകളുടെയൊക്കെ അബ്രീവിയേഷൻസ് ആണ്, അതിൻ്റെ ആദ്യ അക്ഷരങ്ങളൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. അത് പ്രാർത്ഥനകളൊക്കെയാണ് പലതും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം ലത്തീനിലുള്ള പ്രാർത്ഥനകളാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ലത്തീൻ വാക്കുകളുടെ അർത്ഥമൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. അതൊന്നും ഞാൻ ലത്തീൻ്റെ അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് അത്യാവശ്യം പാസ്സാകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് എഴുത്തും വായനയും മാത്രം അറിയത്തുള്ളൂ. എഴുതാനെല്ലാം അറിയൂ, വായിക്കാൻ അറിയത്തില്ലെന്ന് ആരോ പറയുന്ന പോലെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ ലത്തീൻ, പക്ഷേ അതിൻ്റെ മലയാളത്തിൻ്റെ അതിൻ്റെ അർത്ഥം ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈ ബെനഡിക്റ്റ് മങ്കിൻ്റെ ഈ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞുതരാം, അതായിരിക്കും ഇച്ചിരി എളുപ്പം. എൻ്റെ അർത്ഥം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, മേ വി ബി സ്ട്രെങ്തൻഡ് ബൈ ഹിസ് പ്രസൻസ് ഇൻ ദി അവർ ഓഫ് ഡെത്ത്. അതാണ് ഇങ്ങനൊരു കറക്കം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ സാന്നിധ്യം നമ്മളെ നമ്മുടെ മരണസമയത്ത് ബലപ്പെടുത്തട്ടെ. ഇനി ബെനഡിക്റ്റിൻ പിതാവ് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ പിതാവിൻ്റെ കയ്യിൽ ഒരു കുരിശുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ചെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഇച്ചിരി വലിയ ഞാൻ തരുന്ന ആ കാശ് രൂപത്തിൽ ഇതെല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാലും അത്യാവശ്യം കിട്ടുന്ന ഇതാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കയ്യിലുള്ള ആ ബുക്ക്, അത് ആ സന്യാസിമാർക്ക് കൊടുത്ത വിശുദ്ധ ജീവിതത്തിനുള്ള രേഖകളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ, അങ്ങനെ വേണം അതിന് പറയാനായിട്ട്. അതായത് വിശ്വാസം, വിശുദ്ധി. ഓക്കെ, ഒന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, രണ്ട് വിശുദ്ധി. പിശാചിനെതിരെയുള്ള യുദ്ധത്തിൽ വേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, രണ്ട് വിശുദ്ധി. ഇനി ഈ പിതാവ് ചവിട്ടി നിൽക്കുന്നിടത്തായിട്ട് ഒരു കപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് പിതാവ് വളരെ സ്ട്രിക്റ്റായിട്ടൊക്കെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. വിശുദ്ധ ജീവിതത്തിൻ്റെയും പിശാചിനെതിരെ അങ്ങനെ പോരാട്ടവുമായി ബന്ധപ്പെട്ട് കഠിനമായ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ ഇടക്കാലത്തൊക്കെ ഈ സമൂഹത്തിലേക്ക് ചേർന്നവർക്ക് പിതാവിൻ്റെ ചില തീരുമാനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം എന്ത് ചെയ്യുന്നറിയോ, ചിലവർ പിതാവിനെ കൊല്ലാൻ വേണ്ടി ഈ മങ്കിനെ, ബെനഡിക്റ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സൂപ്പിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, വിഷം ഒഴിച്ചു കൊടുക്കും. പിതാവ് എന്ത് ചെയ്യും, അത് സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടി തകർന്നു പോയി. ഇപ്പോഴാണ് അവർ കൺഫസ് ചെയ്യുന്നത് ആ സംഭവിച്ചെന്ന്. അപ്പോൾ പിതാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞാനിപ്പോഴും ഓർക്കുകയാണ് നമ്മുടെ കുഴുപ്പിലച്ചൻ എപ്പോൾ മരുന്ന് കഴിച്ചാലും, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അതൊരു ഗുളികയാണ്. അല്ലെങ്കിലും ഗുളിക കഴിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഗുളിക എടുത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഞാൻ നുണ പറയുന്നല്ലോ, നിങ്ങൾ വേറെ അച്ഛന്മാരെടുത്ത് ചോദിച്ചു നോക്കൂ. ഞാൻ വന്ന് അച്ഛൻ ഒരു ഗുളിക കയ്യിലിങ്ങനെ ചിലപ്പോൾ 3-4 ഗുളിക ഉണ്ടാവും, അതെല്ലാവരും ഭാര്യ ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ചിട്ട് ആശീർവദിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇച്ചിരി വെള്ളം കുടിക്കുള്ളൂ. എല്ലാവരും വായിൽ ആദ്യം ഇടും, എന്നിട്ട് പിന്നെ വെള്ളം കുടിക്കും പറയും. ഒരു ഗുളിക കഴിക്കുന്നതിന് മുമ്പ് പോലും അച്ഛൻ ആശീർവദിച്ചിട്ടാണ് കഴിക്കുള്ളായിരുന്നു. അത് നമുക്കൊരു സൗഖ്യം കിട്ടണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിലേക്ക് നമ്മുടെ ആത്മാവിനെ ഒരുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ സ്വീകരിക്കുന്ന ഈ മരുന്നിലൂടെ എനിക്ക് സൗഖ്യം തരേണ്ടത് ആരാണ്? ഈശോയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മരുന്ന് കഴിച്ചാലും എത്രയോ പേര് മരുന്ന് കഴിച്ചിട്ട് തട്ടിപ്പോയിരിക്കുന്നു അല്ലേ? അപ്പോൾ മരുന്ന് കഴിച്ചെന്ന് വെച്ച് സൗഖ്യപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്രയോ പേര് മരുന്ന് കഴിക്കാതെ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിലല്ല കാര്യം, സുഖപ്പെടുത്തുന്നവൻ കർത്താവാണ്. അതുകൊണ്ട് കർത്താവേ, നിന്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലുള്ള സൗഖ്യം എന്നിലേക്ക് ഒഴുക്കണമേ എന്നാണ് പറയുന്നത്.
പ്രാർത്ഥനയിൽ അതാണ് അതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം. ഇനി ഇതിൻ്റെ താഴെയായിട്ട്, കാൽപാദങ്ങളുടെ താഴെയായിട്ട് വളരെ ചെറിയ അക്ഷരത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഈ മെഡലിന് അപ്രൂവല്, സഭയിൽ നിന്നൊരു അപ്രൂവൽ കിട്ടിയ ഡേറ്റാണ്. മോണ്ടെ കാസിനോയിൽ 1880 കിട്ടിയ ആ ഒരു പെർമിഷൻ്റേതായ ഒരു ലെറ്ററാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി ബാക്കിയുള്ളത് ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഈ സൈഡിൽ ഫ്രണ്ടിൽ ഉണ്ടോ? ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എവിടെയാ? പുറകയിൽ രൂപമുള്ളതിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ, അവിടെ ഒരു കുരിശാകൃതി കാണാം നിങ്ങൾക്ക്, ഒരു കുരിശാകൃതി. പക്ഷെ അതിൽ കുറേ ലെറ്ററുണ്ട്. CSSML എന്ന് താഴേക്കുണ്ട്, റൈറ്റിലേക്ക് NDSMD എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. ഇത് ലാറ്റിൻ വാക്കിൻ്റെ ആദ്യ അക്ഷരങ്ങളാണ്, അത് ലാറ്റിൻ പ്രയേഴ്സിൻ്റെ. അപ്പോൾ അതിനകത്ത് മുകളിൽ നിന്ന് താഴേക്കുള്ളത് CSSML എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം, അതിൻ്റെ അർത്ഥം എന്നാണ്? മേ ദ ഹോളി ക്രോസ് ബി മൈ ലൈറ്റ്. വിശുദ്ധ കുരിശ് എൻ്റെ പ്രകാശമായിരിക്കട്ടെ. വിശുദ്ധ കുരിശ് എൻ്റെ പ്രകാശമായിരിക്കട്ടെ. ഇനി എക്രോസ് ആയിട്ട് കിടക്കുന്നത് NDSMD. അതിൻ്റെ അർത്ഥം ലെറ്റ് നോട്ട് ദ ഡ്രാഗൺ ബി മൈ ഗൈഡ്. ആദ്യം പറഞ്ഞു യേശു ക്രിസ്തു അല്ലെങ്കിൽ വിശുദ്ധ കുരിശ് എൻ്റെ പ്രകാശമായിരിക്കട്ടെ എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ പറയാണ് പിശാച് എൻ്റെ ഗൈഡ് ആകരുത്, എന്നെ നയിക്കാൻ അനുവദിക്കരുത്, പിശാചിനാൽ നയിക്കപ്പെടാൻ എന്നെ അനുവദിക്കരുത്. ഇനി ഇതിന് അറൗണ്ട്, ഇതിൻ്റെ ചുറ്റും ഇതുപോലെ തന്നെ കുറേ വാക്കുകളുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. VRS എന്ന് പറയുന്നത് ബിഗോൺ സൈറ്റൻ, പിശാചെ വിട്ടുപോകാൻ. VRS വേദ റെത്രോ സാത്താന, അതിൻ്റെ ലാറ്റിൻ അതാണ് കിടക്കുന്നത്. ഞാൻ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത് നിങ്ങൾ വിചാരിക്കേണ്ട, അങ്ങനെ ആയിരിക്കണമെന്നില്ല കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. പക്ഷേ അതിന് ഇംഗ്ലീഷ് അർത്ഥം ബിഗോൺ സൈറ്റൻ, പിശാചെ പോകാൻ. അടുത്തത് NSMV, അതിൻ്റെ ആ റൗണ്ടിൽ തൊട്ട് വരുന്ന അക്ഷരങ്ങളാണ്. നെവർ ടെംപ്റ്റ് മീ വിത്ത് യുവർ വാനിറ്റീസ്. നിന്റെ വ്യർത്ഥമായ ശൈലികൾ കൊണ്ട് എന്നെ വഴിതെറ്റിക്കരുത്. വിട്ടുപോകാനാണ് പറയുന്നത്, എന്നെ വഴിതെറ്റിക്കാതെ പ്രലോഭിപ്പിക്കാതെ വിട്ടുപോകാനാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് SMQL. അതിൻ്റെ അർത്ഥം വാട്ട് യു ഓഫർ ഈസ് ഈവിൾ. നീ എനിക്ക് തരുന്നതെല്ലാം തിന്മയാണ്, അതുകൊണ്ട് എന്നെ വിട്ടുപോകുക. നിന്റെ പ്രലോഭനങ്ങൾ, നീ എനിക്ക് തരുന്നതൊക്കെ തിന്മയായതുകൊണ്ട് എന്നിൽ നിന്നും വിട്ടുപോകാൻ. അവസാനം പറയാണ് അതിൻ്റെ ലാസ്റ്റ് IVB. അതിൻ്റെ അർത്ഥം ഡ്രിങ്ക് ദ പോയിസൺ യുവർ സെൽഫ്. ആ തിന്മ നീ തന്നെ കുടിച്ചോളെ. പിശാചിനോടെ പറയാം, ആ തിന്മ നീ തന്നെ എടുത്തോളെ, എന്നെ വിട്ടുപോകാൻ എനിക്ക് വേണ്ടെന്ന്. അതാണ് ഈ പറയുന്നത്. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ നമ്മളിത് ഉപയോഗിക്കുന്നത് തിന്മയിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടാൻ, പ്രലോഭനങ്ങളിൽ സംരക്ഷണം കിട്ടാൻ, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണിത്. ഇത് നമ്മൾ വർഷങ്ങളായിട്ട്, കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുരിശാണ്, ബെനഡിക്റ്റൻ കുരിശ് അല്ലെങ്കിൽ മെഡലാണ്. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് സഭയിൽ. മറ്റ് കുരിശ് വെച്ചിരിക്കുന്നത് ഇതിന് പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് വരുന്നത് ഒരു നമ്മൾ പറയുന്നത് ഒരു ബഹിഷ്കരണ പ്രാർത്ഥന. അതിനുശേഷമാണ് അനുഗ്രഹ ബ്ലെസ്സിങ് പ്രയർ വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു കുരിശിൻ്റെ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇവ നിങ്ങളെ കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ യോഗ്യതയാൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തി തരും. അതിലേക്ക് നിങ്ങൾ ഒരുക്കും യേശുവിൻ്റെ യോഗ്യതയാൽ. ആ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലാണ് പിശാചുകൾ വിട്ടുപോകുന്നത്, അന്ധകാര ശക്തികൾ അഴിയുന്നത്, തിന്മയിൽ നിന്നൊക്കെ വിടുതലുണ്ടാകുന്നത്. അപ്പം അതിന് നമ്മളെ ദുരുക്കും. നിങ്ങളുടെ കൈകളിൽ ഇതിനകം ഒരു ബെനഡിക്റ്റൻ കുരിശോ കൊന്തയിലോ എവിടെയെങ്കിലുമൊക്കെ കാണും. ഇപ്പം ഇതിനകത്തുണ്ട്, കുരിശിലുണ്ട്.
ഉപയോഗിക്കുന്ന നമ്മുടെ കീച്ചേനിലൊക്കെ ഉണ്ടാകും അല്ലേ, പലരുടെയും കൈകളിലുണ്ടാകും. ഇത് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുപോയി നിങ്ങൾ വയ്ക്കുക.